കേരളത്തിൽ ആരും മരിക്കുന്നില്ല. പെൻഷൻ്റെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കൊടുത്ത് മടുത്ത്. എൻ്റെ അമ്മയ്ക്ക് എന്നെ 94 വയസ്സായി. ഞാൻ തന്നെ ചോദിക്കാറുണ്ട് 19,000 രൂപ വാങ്ങിക്കുന്നത് എന്തിനു ഇതൊക്കെ വാങ്ങിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞല്ല, സജി ചെറിയാൻ്റെ ഇന്നലത്തെ ഒരു പ്രസംഗത്തിൽ നിന്ന് കിട്ടിയ വാക്കുകളാണ്. ഇതിനോട് എന്താണ് സാറിന് പറയാറുള്ളത്? ഈ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കാവ്യഭാഗത്തിലെ ഒരു ഭാഗമാണ് കാലനില്ലാത്ത കാലം. കാലന് തൻ്റെ ജോലി കുറച്ച് ദിവസത്തേക്ക് അങ്ങ് നിർത്തിവെക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഭൂതലം മുഴുവൻ എല്ലാവരെ കൊണ്ടങ്ങ് നിറയും. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നു. 500 വയസ്സുള്ള ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അയാളുടെ അപ്പൂപ്പൻ ജീവിച്ചിരിക്കുന്നു. ഓരോ വീടുകളിലും ഇങ്ങനെ കുത്തി നിറച്ച് പാവകളെ പോലെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാലനില്ലാത്ത കാലത്തെക്കുറിച്ച് നമ്പ്യാരുടെ വർണ്ണനയാണ് കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ ഈ കാലനിപ്പോൾ ഇങ്ങോട്ടെങ്ങും വരുന്നില്ലയോ എന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും സജി ചെറിയാന് വി.എൻ. വാസവനോട് പറയും. വി.എൻ. വാസവൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ക്ഷേത്രങ്ങളിലൊക്കെയുള്ള മൃത്യുഞ്ജയ ഹോമം നിർത്തിവെക്കാൻ പറയും. അത് ആയുരാരോഗ്യത്തിന് വേണ്ടിയല്ലേ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. നിർത്തിവെക്കേണ്ടി വരും. പണ്ട് ജി സുധാകരൻ്റെ വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തി എന്ന് പറയുന്നുണ്ട്. ജി സുധാകരൻ പൂജാതി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തുന്നുണ്ട്. അദ്ദേഹം കർക്കിടക മാസത്തിൽ രാമായണവും വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം ഈ ഇങ്ങനെ ഹോമവും പൂജയും ഒക്കെ നടത്തിയതുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ ആയുസ് കൂട്ടി ഇങ്ങനെ ഇവിടെ ഭൂതലം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഒന്നും പോകുന്നില്ലല്ലോ. പെൻഷൻ കൊടുത്തു സാറൊന്ന് ആലോചിക്കണം. മമ്മൂട്ടിക്ക് വയസ്സ് 76. അങ്ങേരെ ആകപ്പാടെ ഈ സജി ചെറിയാന്റെ ഈ ഉള്ളിലിരിപ്പൊക്കെ കാരണം ഓരോരുത്തർ പോകുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മമ്മൂട്ടിക്ക് ഇപ്പം വയസ്സ് 76. അങ്ങേരിപ്പോ സുഖമില്ല എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഈ പറയുന്ന സജി ചെറിയാന്റെ വയസ്സിന് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വയസ്സുൾപ്പെടെ. അത് എനിക്ക് തോന്നുന്നു സജി ചെറിയാൻ ഇത് പറഞ്ഞത് പിണറായിക്കും കൂടി കുത്തിക്കൊണ്ടാണ്. എന്നുവെച്ചാൽ പ്രായമായിട്ട് ഇറങ്ങിപ്പോകാത്തത് എന്തടോ എന്നാണ് ചോദിക്കുന്ന. മാർഗേ കിടക്കുന്ന മർക്കട എന്നുള്ള രീതിയിലാണ്. നീ കാരണം മറ്റുള്ളവരുടെ പോലും അവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മാറിക്കിട എന്ന് പറയുന്നത് പോലെയാണ്. ഇതിപ്പം പിണറായിക്കും കൂടെ കൊടുത്തു സജി ചെറിയാൻ. മൊത്തത്തിൽ ചിലർക്ക് ഇട്ട് കുത്തിയതാണോ? സജി ചെറിയാൻ എന്ന് പറഞ്ഞാൽ വായി കിടക്കുന്ന നാക്കിന് ലൈസൻസ് ഇല്ലാത്തതാണ്. കുന്തം കുടച്ചക്രം ഒക്കെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് നാൾ പുറത്ത് നിൽക്കേണ്ടി വന്നത്. പിന്നെയും വന്നു. എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ഈ ഇടയ്ക്കെങ്ങാണ്ടോ ചെങ്ങന്നൂരിൽ അവിടെ വലിയ ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഏതോ ഒരു കുടുംബശ്രീ പ്രവർത്തകയ്ക്ക് എന്തോ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ആ അവാർഡിന് അവരെ പേര് വിളിച്ചപ്പോൾ അവർ സദസ്സിൽ നിന്ന് എത്താൻ വൈകിപ്പോയി. ഉടനെ തിരിഞ്ഞു നിന്ന് ഇവരെവിടെ പോയി കിടക്കുകയാണ്. ഇങ്ങനെയാണ് സജി ചെറിയാൻ സംസാരിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുന്നറിയാമോ? ഇത് മറ്റേ ഓണാട്ടുകരയിലെ ഭാഷയാണ്. എന്നിരുന്നാലും ഇതിന്റെയൊക്കെ മറുപടി പറയേണ്ടത് നമ്മുടെ ഗോവിന്ദൻ മാഷാണ്. മാഷ് ഇപ്പൊ പറയുന്നത് മരണനിരക്ക് പോലെ തന്നെ ജനനിരക്ക് കുറയുന്നു, കൂടുന്നു, ഇങ്ങനെ തടി തപ്പാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ. യഥാർത്ഥത്തില് ഇവരെന്താ ചെയ്യുന്നത്? ഈ പെൻഷൻ കൊടുത്തു മുടിഞ്ഞു എന്നുള്ള രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ക്ഷേമ പെൻഷൻ കൊടുക്കണം. ക്ഷേമ പെൻഷൻ 3-4 മാസത്തെ മുടങ്ങിക്കിടക്കുന്നു. 1600 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വർധനവ് വേണമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ചെയ്യുന്നില്ല. സർക്കാരിന്റെ ഖജനാവെല്ലാം തീർന്നിരിക്കുകയാണ്. പാർട്ടിക്കാരും പാർട്ടിയുടെ വേണ്ടപ്പെട്ടവർക്കും ഒക്കെ തിന്നു കൊഴുത്ത് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ആശാ വർക്കർമാരും ഒരു മനസ്സമാധാനവും തരുന്നില്ല. ഇനി വേറൊരു കാര്യം കേൾക്കണോ? ഈ 2026 ഈ മന്ത്രിസഭ ഇറങ്ങും. ഈ ഭരണം അവസാനിക്കും. അതിനു മുമ്പായിട്ടൊരു ശമ്പള കമ്മീഷനെ വെക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടായിരിക്കും ഇവരിറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ വോട്ട് മുഴുവൻ തിരിച്ചു അനുകൂലമായിട്ട് മാറും. 5 വർഷത്തിൽ ഒരിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുകയാണ് എപ്പോഴും ഏത് ഭരണം വരുന്ന അവസരത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടേ സാമ്പത്തിക വിദഗ്ധർ പറയും 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം ശമ്പള കമ്മീഷൻ കൊണ്ടുവന്നാൽ മതി, ശമ്പള പരിഷ്കരണം മതി എന്ന് പറയും. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തുകയാണ്. അവരെ അമ്പലക്കാളകളെ പോലെ വളർന്നുകൊണ്ടേയിരിക്കും. ഈ കോവിഡ് കാലം ഓർമ്മിക്കുന്നുണ്ടോ? കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആരാന്നറിയാം? സർക്കാർ ജീവനക്കാർ. അവരുടെ ഒറ്റ പ്രാർത്ഥനയായിരുന്നു കോവിഡ് പോകരുതേ എന്ന്. കാരണം എന്താണ്? ഓഫീസിൽ പോകണ്ട, വീട്ടിലിരുന്നാൽ മതി, വീട്ടിൽ കിടക്കുന്ന വാഹനത്തിനും പെട്രോൾ അടിക്കണ്ട, അതും സുഖം, ശമ്പളം
1-ാം തീയതി കൃത്യമായിട്ട് എത്തിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു അഭിമുഖത്തിന് എന്നപ്പോൾ ഓൺ റെക്കോർഡല്ല, അല്ലാതെ പറഞ്ഞ കാര്യമാണ്. കോവിഡ് പോകരുതേ എന്നാണ് നമ്മുടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രാർത്ഥന എന്ന്. അമ്പലക്കാളകളില്ലേ തിന്നു കൊഴുത്ത് നടക്കുന്ന, അതുപോലെയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സെക്രട്ടേറിയറ്റൊക്കെ ഇടിച്ച് നിരത്തി അവിടെ ചോറുതനം നട്ടുവയ്ക്കണമെന്ന്. ശരിയാണ്. ഇവരെയൊക്കെ എന്തിനായി തീറ്റിപ്പോറ്റുന്നത്? ഇത്ര ഉദ്യോഗസ്ഥരുടെ ഒന്നും ആവശ്യവുമില്ല. അപ്പോൾ ഈ സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ പെൻഷൻ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ സജി ചെറിയാൻ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ വീണ ജോർജിനോട് പറഞ്ഞാൽ മതി, ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും കൊല്ലാനുള്ള ഒരു മരുന്ന് കൂടി എത്തിക്കാൻ. അങ്ങനെയുണ്ട്. കാരണം അതൊക്കെ അതിനുള്ള സമർത്ഥ ആയിട്ടുള്ള ആളാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സജി ചെറിയാൻ്റെ നാവെന്ന് പറയുന്നത് അത് മിക്കവാറും വീണ്ടും സ്വന്തം അമ്മയുടെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തു. എന്റെ അമ്മയ്ക്ക് 95 വയസ്സായി, ഇപ്പോഴും 50,000 രൂപ വെച്ച് പെൻഷൻ എന്റെ അച്ഛന്റെ ഉൾപ്പെടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തിനീ ഇത്രയും പെൻഷൻ വാങ്ങിക്കുന്നത്, വേറെ ഇതില്ലേ? അന്നേരം മനസ്സിൽ ചിന്തിക്കുന്ന വേറെ ആയിരിക്കും. എന്താണ് മനസ്സിലിരിപ്പ് എന്നുള്ള ഏകദേശം നമ്മുടെ നാട്ടുകാർക്ക് ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലിരിപ്പ് ഇതാണ്, പെൻഷൻ പ്രായം ഇങ്ങനെ കൂടി 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 വരുന്നു, സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇറങ്ങുന്നു, മരണനിരക്ക് കുറയുന്നു, ജനനനിരക്ക് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, സർക്കാരിന് മൊത്തത്തിൽ കടബാധ്യത, കുറേ എണ്ണങ്ങ് ചത്ത് തൊലഞ്ഞൂടെ എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതല്ലേ സജി ചെറിയാൻ ഉദ്ദേശിക്കുന്നത്. പല കാര്യങ്ങളും സജി ചെറിയാൻ്റെ ഉള്ളിലിരിപ്പ് അങ്ങ് അറിയാണ്ട് പുറത്തു വരികയാണ്. ശരിക്കും ഒരു നിഷ്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സുധാകരൻ പറഞ്ഞില്ലേ, നമ്മുടെ ഡൽഹി കഴിയുന്ന കേരളത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഡൽഹിയിലിരിക്കുന്ന KV തോമസിനെ പറ്റി പറഞ്ഞതല്ലേ, അയാൾക്കെല്ലാം കൂടെ 10-30 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഇയാളെന്തോ എല്ലാം കൂടെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നുന്നു എന്നാണ് ചോദിച്ചത്. ശരിയാണ്, ഇത്രയും പൈസയൊക്കെ എന്തിനാ വെറുതെ വാങ്ങിച്ചു വെക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഈ മണ്ടി കരയേറുന്ന മോഹവും എണ്ണി എണ്ണി കുറയുന്നത് ആയുസ്സും എന്ന് പൂന്താനം പറഞ്ഞതുപോലെ ഈ അവസാനം എത്തുമ്പോഴും ആർത്തി അടങ്ങുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞവർക്കെല്ലാം ധൂർത്തടിക്കാം. ഈ പറഞ്ഞവർക്കെല്ലാം നമ്മൾ തന്നെ ഇന്നലെ വീണ ജോർജിന്റെ ബാഗിനെ വരെ വെച്ച് സോഷ്യൽ മീഡിയ ഇപ്പൊ ചർച്ച ചെയ്ത ചർച്ചകളൊക്കെ നമ്മൾ നടത്തിയതാണ്. ഇത്തരത്തിൽ ഇവർക്കെല്ലാം ആവശ്യമുള്ള സംഗതികളും അനാവശ്യമായിട്ടുള്ള ധൂർത്തുകളും വാഹനങ്ങളുടെ പേരിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിലെ വിസിറ്റിംഗ് ആണെങ്കിലും എല്ലാം ഇത്തരത്തിൽ അവർക്കെല്ലാം ചെയ്യാം. പക്ഷെ പാവം പിടിച്ച സർക്കാരിൽ നിന്ന് വിരമിച്ച, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾ 10-30 വർഷം സർക്കാർ സർവീസിലുണ്ടായിരുന്നവർ വിരമിച്ചു കഴിഞ്ഞ സമാധാനത്തിൽ ഒന്ന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ വൃദ്ധജനങ്ങൾക്ക്. കാരണം പൈസ വാങ്ങിക്കുമ്പോൾ ഇതിപ്പോൾ കേൾക്കുന്ന എത്രയോ പാവങ്ങൾ കാണും, വൃദ്ധർ കാണും. ഇത്രയും നാളും ജോലി ചെയ്തു, അത് സർക്കാരിന് വേണ്ടി ജോലി ചെയ്തു, കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത് മനസമാധാനത്തോടെ വീട്ടിലിറങ്ങി റിട്ടയർ ചെയ്യുന്നവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. ഇത് മാസം തോറും എണ്ണി വാങ്ങിക്കുമ്പോൾ സജി ചെറിയാൻ്റെ വാക്കുകളല്ലേ മുന്നിൽ നിൽക്കുന്നത്. അല്ലെ, കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് കേട്ടോ, അല്ലേ? സാംസ്കാരികമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തൊരു സംസ്കാരമാണെന്ന് ആലോചിച്ച് നോക്കുക. പ്രായമായവരോട് ഉള്ള ബഹുമാനം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് പറഞ്ഞു സാർ, ഞാൻ എല്ലാവരും മരിക്കണമെന്നൊന്നും അല്ല പറഞ്ഞത്, ഞാൻ അതിന്റെ കണക്കുകളാണ് പറഞ്ഞത്. സജി ചെറിയാന് കുറച്ച് കണക്കുകൾ കൂടുതലാണ് പല കാര്യങ്ങളും. നമ്മൾ ചിലർ പറയാറില്ലേ, ചാവുകയില്ല കട്ടിലൊഴിയുകയില്ല എന്ന് പറഞ്ഞ തരത്തിലുള്ള ചൊല്ലാണ് സജി ചെറിയാൻ പറഞ്ഞതെന്നുള്ളത് വ്യക്തമാണ് അതിനകത്ത്. ശരിക്കും പാർട്ടിക്ക് സജി ചെറിയാൻ ഒരു പ്രസംഗം നടത്തുന്നു എന്ന് കേൾക്കുമ്പോഴേ നെഞ്ചെടുപ്പ് കൂടുതലാണ്, പ്രത്യേകിച്ച് ഗോവിന്ദൻ മാഷിന്. മാധ്യമങ്ങളുടെ മുമ്പിൽ ചെന്ന് അവതരിക്കേണ്ടുന്ന സമയമായി എന്നുള്ളൊരു സൂചനയാണ് സജി ചെറിയാൻ നടത്തുന്നത്. ശരിക്കും പാർട്ടി ഇതിനൊരു നാവിന് ഒരു കടിഞ്ഞാൻ ഇടേണ്ടിയിരിക്കുന്നു അല്ലേ? പണ്ട് MM മണിയായിരുന്നു. അതെ, ഇപ്പൊ MM മണി അല്പം ഒന്ന് ഒതുങ്ങിയും തോന്നുന്നു. ഇങ്ങനെയുള്ള കുറെ വർത്തമാനമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ പറയാം അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. ഇതും ഈ കുന്തം കുടച്ചക്രമൊക്കെ പറഞ്ഞതാണ്, അത് ഞങ്ങളുടെ അവിടെ ഓണാട്ടുകരയുടെ ഒരു ശൈലിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ MM മണിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ പാർട്ടി നല്ലൊരു കടിഞ്ഞാണും അതിന്റെ ഒരു ലോക്കും ഗോവിന്ദൻ മാഷിന്റെ കയ്യിലുണ്ട്, പിണറായിയുടെ കയ്യിലുണ്ട്. പക്ഷെ ഇത്തരത്തിൽ സാംസ്കാരിക മന്ത്രിയുടെ കാര്യത്തിലും ഒരു കടിഞ്ഞാൻ നല്ലതല്ലേ? എനിക്ക് തോന്നുന്നു പിണറായിയെയും കൂടെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കണം എന്നാണ്.